ഹായ് ഫ്രണ്ട്സ്, ആർക്കി ഹോം എന്ന എൻ്റെ ഈ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ബിൽഡിംഗ് കൺസ്ട്രക്ഷനെ കുറിച്ചും ബിൽഡിംഗ് ഡിസൈനെ കുറിച്ചിട്ടുമുള്ള ചെറിയ ചെറിയ ടിപ്സുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ പങ്കുവയ്ക്കാറുള്ളത്. ഇന്നും അതുപോലെ ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊരു അനുഭവകഥയാണ്, അല്ലെങ്കിൽ ഒരു കഥയായിട്ടാണ് ഞാനിത് പ്രസൻറ്റ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലൊക്കെ എൻജിനീയേഴ്സൊക്കെ പ്ലാൻ ഡിസൈൻ ചെയ്തതിന് ശേഷം കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ അത് ആശാരിമാരെ ഒന്ന് കാണിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആശാരിമാരെ അതിൽ വെട്ടും കുത്തും തിരുത്തും ഒക്കെ വരുത്തി അതൊരു വല്ലാത്തൊരു രൂപത്തിലാക്കി ക്ലയൻറ്റിന് കൊടുക്കും. പിന്നീട് ആ പ്ലാനിന് മേലാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ എല്ലാം പ്രൊസീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ വരച്ച പ്ലാൻ ഒരു ആശാരിയെ കാണിച്ച് അതിൽ വെട്ടും കുത്തൊക്കെ വരുത്തി അതിലെ റിക്വയർമെൻറ്റെ കുറച്ച് ഈ ഒരു രീതി ഇപ്പോൾ ഡിസൈനേഴ്സിൻ്റെയും അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിൻ്റെയും ആശാരിമാർക്കൊക്കെ ഇടയിൽ ഒരു പ്രശ്നമായിട്ട് എപ്പോഴും ഉരിഞ്ഞിരിഞ്ഞ് വരാറുണ്ട്. പക്ഷെ ആരും ഇത് പുറത്തേക്കൊന്നും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവർക്കും വർക്ക് പ്രധാനപ്പെട്ടതാണ്, ക്ലയൻറ്റിൻ്റെ സാറ്റിസ്ഫാക്ഷനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു സൈറ്റ് അല്ലെങ്കിൽ ഒരു പ്ലോട്ടിന്റെ ഉള്ളിൽ ഒരു ഡിസൈൻ ഒക്കെ കയറി ചെയ്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ്. ഒരു റഫ് സ്കെച്ച് കിട്ടി കഴിഞ്ഞാൽ ആർക്കും അതിൽ എഡിറ്റ് ചെയ്യാം. ആ റഫ് സ്കെച്ച് ഉണ്ടാക്കി അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് പണി. അങ്ങനെ ഒരു ചടങ്ങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ പിന്തുടർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അനുഭവ കഥയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ സുഹൃത്ത് ഒരു വീടുണ്ടാക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, എനിക്കൊരു പ്ലാൻ ഡിസൈൻ ചെയ്ത് തരണം. അപ്പോൾ റിക്വയർമെൻറ്റ്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അത് വെറ്റായിരുന്നു. ആ സ്ഥലം വെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൈവശ സർട്ടിഫിക്കറ്റിൽ പാടം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ആധാരമൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് പറമ്പ് എന്നൊക്കെ പറഞ്ഞ് ആ കോളത്തിലൊക്കെ രേഖപ്പെടുത്തുമെങ്കിലും കൈവശ സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അത് പാടം എന്നായിരിക്കും, അല്ലെങ്കിൽ വെറ്റ് എന്നായിരിക്കും, ക്ലാസിഫിക്കേഷൻ ഓഫ് ലാൻഡ് എന്നിടത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൺസ്ട്രക്ഷൻ നടത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തിൻ്റെയൊക്കെ ലോകളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അവിടെ വീട് നിർമ്മിക്കുകയാണെങ്കിൽ, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നിർമ്മിക്കാൻ അനുമതി കൊടുക്കുന്നില്ല ഇപ്പോൾ. വീട് നിർമ്മിക്കുകയാണെങ്കിൽ, റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിക്കുകയാണെങ്കിൽ 120 m² താഴെ നിർമ്മിക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള റിക്വയർമെൻറ്റും പിന്നെ ചില്ലറ വാസ്തുക്കളൊക്കെ നമ്മളും അപ്ലൈ ചെയ്യാറുണ്ട്. എൻ്റെ മൂലയിൽ ബാത്റൂം കൊടുക്കാതിരിക്കുക, കിച്ചൻ്റെ സ്ഥാനമൊക്കെ നമ്മളും നോക്കാറുണ്ട് വരയ്ക്കുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഡ്രോയിങ് എല്ലാം വരച്ച് കൊടുത്തതിന് ശേഷം അവരത് ആശാരിനെ കാണിക്കുകയുണ്ടായി. കുറ്റി അടിക്കാൻ വന്ന ആശാരി പറഞ്ഞു, ഇതിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാനൊരു സ്ക്വയർ വരച്ചു തരാം, അതിൻ്റെ ഉള്ളിൽ വേണം നിങ്ങൾ വീടുണ്ടാക്കാൻ. അങ്ങനെ ആശാരി ഒരു ഔട്ടർ കുറ്റി മാത്രം അടിച്ചു പോയിട്ട് ഒരു സ്ക്വയർ എനിക്ക് അയച്ചു തന്നു, ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വീട് ഡിസൈൻ ചെയ്ത് തരണമെന്നുണ്ട്. എല്ലാ റിക്വയർമെൻറ്റുകളും പാലിച്ച് എല്ലാം ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ട് 1, 2, 3 പ്രാവശ്യം സിറ്റിംഗ് ഒക്കെ നടത്തി, അല്ലെങ്കിൽ ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷമാണ് നമ്മൾ പ്ലാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം വരച്ചാൽ ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ വരയ്ക്കുമ്പോൾ റിക്വയർമെൻറ്റ് പലതും മിസ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് ക്ലയൻറ്റിൻ്റെ ഒരു വിഷയമല്ലേ, കാരണം അവർ വിശ്വാസമായിട്ടില്ലെങ്കിൽ ആശാരി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അങ്ങനെയും ചെയ്തു. പക്ഷെ നമ്മളുടെ പണി അതായതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജോബ് അതായതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടി വരും, കാരണം ഒന്നും പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാനത് ചെയ്തു കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എല്ലാം അവർ ഈ ആശാരി വരുമ്പോൾ, അല്ലെങ്കിൽ ആശാരി കുറ്റി അടിക്കുമ്പോൾ, ആശാരി കുറച്ച് തത്വങ്ങളൊക്കെ പറയുമ്പോഴേക്കും അതെല്ലാം അവർ മറന്നു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ വീടുണ്ടാക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് ചില വിശ്വാസങ്ങളുടെയും ചില പരമ്പരാഗത രീതികളുടെയും പേരിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റി മറിച്ചൊരു വീടുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലെങ്കിൽ എഞ്ചിനീയർമാർ ഒരു പ്ലാൻ വരച്ച് തന്നു കഴിഞ്ഞാൽ അത് ആശാരിമാരെ കാണിച്ച് എന്നിട്ട് കുറ്റിയടിക്കുന്ന രീതി, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉയർത്തുന്നത്. നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഒരു ചെറിയ കാര്യമാണ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തണം.